മക്കളെ അങ്ങനെ കുറച്ച് കാലം കഴിഞ്ഞിട്ട് എന്ത് സംഭവിച്ചു? നമ്മൾ ഇതിനോടകം പഠിച്ചു കഴിഞ്ഞ വസ്തുക്കളാണ്. അപ്പോൾ 14, 15 നൂറ്റാണ്ടുകളിൽ യൂറോപ്പിലും ഇതര യൂറോപ്യൻ രാജ്യങ്ങളിൽ നടന്ന ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിലെ പുരോഗതിയെ നമ്മളൊരു പേര് വിളിക്കും. അതിൻ്റെ പേര് നവോത്ഥാനം. അങ്ങനെ നവോത്ഥാനത്തെക്കുറിച്ച് നമ്മൾ ഒന്നാമത്തെ പാഠത്തിൽ മാനവികത എന്ന് പറയുന്ന ഹ്യൂമനിസം എന്ന് പറയുന്ന പാഠത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അങ്ങനെ അവർ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഈ വ്യവസായവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ വ്യവസായ വിപ്ലവത്തിൻ്റെ ഭാഗമായിട്ട് കൃത്രിമ ചായങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. അപ്പോൾ കൃത്രിമ ചായങ്ങൾ ഉണ്ടാക്കുമ്പോൾ എന്ത് വേണ്ട, നമുക്ക് ഈ നീലം വേണ്ട. പക്ഷേ ഈ കർഷകരോ, ഈ കൃഷി എന്ന് പറയുന്നത് ഇന്നോ നാളെയോ നമുക്ക് നടത്താൻ പറ്റുന്ന ഒരു പ്രോസസ്സല്ല. എത്രയോ കാലം, കാരണം ഇന്ന് നട്ടിട്ട് നാളെ നമുക്ക് വിളവെടുക്കാൻ പറ്റില്ല. അപ്പോൾ ആ കൃഷി ചെയ്ത ആ ആവശ്യങ്ങൾ അല്ലെങ്കിൽ ആ കൃഷി ചെയ്ത നീലം എന്ന് പറയുന്ന വസ്തുക്കൾ ഈ ബ്രിട്ടീഷുകാർ വാങ്ങാതെയായി. ഈ പാവങ്ങളാകെ പ്രശ്നത്തിലായി. അപ്പോൾ ഈ നീലം കർഷകർ അതിനെതിരെ ബ്രിട്ടീഷുകാർക്കെതിരായി സമരം ചെയ്തു. ആ സമരത്തിലേക്കാണ് ഗാന്ധിജി വരുന്നത്. അത് പിന്നീട് ഒരു വിജയമായിട്ട് മാറി. അപ്പോൾ ഇതാണ് നീലം കർഷകരുടെ സമരം. നിങ്ങളുടെ ടെക്സ്റ്റിൽ ഇതൊന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ പക്ഷേ ഈ നീലം കർഷകരായിരുന്നു ചമ്പാരനിലുണ്ടായിരുന്നത്. ചമ്പാരൻ ബീഹാറിലായിരുന്നു. ഏത് വർഷം എന്ന് ചോദിച്ചാൽ 1917 ഗാന്ധിജി വന്നിട്ട് രണ്ടാമത്തെ വർഷം. 1915 ഗാന്ധിജി വന്നു. 16 ഗാന്ധി സമരങ്ങളൊന്നും ചെയ്തില്ല. 17 ഗാന്ധി സമരം ചെയ്തു. അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ അടുത്ത വർഷം 1917 കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ടടുത്ത വർഷം 1918. 1918 നമ്മുടെ ഇന്ത്യയിൽ പ്രധാനപ്പെട്ട 2 സമരങ്ങളാണ് നടക്കുന്നത്. ഒന്നാമത്തെ സമരം എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, അഹമ്മദാബാദ് തുണിമിൽ സമരം. മക്കളെ, ഈ ബ്രിട്ടീഷ് ഭരണം എന്ന് പറഞ്ഞാൽ അത് വളരെ നല്ല ഭരണമൊന്നുമല്ല. വളരെ നല്ലതല്ല, ഭയങ്കര മോശമാണ്. ഇവിടുന്ന് എന്ത് കിട്ടി, എന്ത് നമുക്ക് ബ്രിട്ടനിലേക്ക് കൊണ്ടുപോകാം എന്നുള്ളതാണ് ബ്രിട്ടീഷുകാരുടെ ചിന്ത, അല്ലാണ്ട് ഇന്ത്യനെ വളർത്തുക എന്നുള്ളതൊന്നുമല്ല. അപ്പം അങ്ങനെ ഇവരെന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഈ പ്ലേഗ് എന്ന് പറയുന്നൊരു രോഗമുണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ഈ പ്ലേഗിന് വേണ്ടിയിട്ട് അവിടുത്തെ ഒരു അഹമ്മദാബാദ് എന്ന് പറയുന്ന സ്ഥലത്തെ, അപ്പോൾ ഗുജറാത്തിലെ അഹമ്മദാബാദ് എന്ന് പറയുന്ന സ്ഥലത്തെ അവിടെ ഒരു തുണിമിൽ ശാലയുണ്ടായിരുന്നു. എന്നുവെച്ചാൽ തുണി ഉൽപ്പാദിപ്പിക്കുന്ന, വസ്ത്രങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന, കുപ്പായ ഇടാൻ വേണ്ടി കുപ്പായ ഉണ്ടാക്കുന്ന ഒരു വലിയ ഫാക്ടറി. ആ ഫാക്ടറിയിലെ ജനങ്ങൾക്ക് അല്ലെങ്കിൽ അവിടുത്തെ തൊഴിലാളികൾക്ക് എന്ത് വന്നു വെച്ചാൽ പ്ലേഗ് എന്ന് പറയുന്നൊരു രോഗം വന്നു. അപ്പോൾ ഈ പ്ലേഗിന് എന്ത് കൊടുക്കണം? നമുക്ക് പ്ലേഗ് വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഒരു പണിശാലയിൽ എല്ലാവർക്കും അതൊരു പകർച്ചവ്യാധിയാണ്. അപ്പോൾ എല്ലാവർക്കും എന്ത് ചെയ്യും? പ്ലേഗ് പിടിക്കുമ്പോൾ അവിടെ പണിയെടുക്കാൻ ആരുമില്ല, എല്ലാവരും കഷ്ടത്തിലായി. വീട്ടിലെല്ലാവർക്കും രോഗം, ഭക്ഷണമില്ല, ദാരിദ്ര്യം. അപ്പം അങ്ങനെ മക്കളെ, അങ്ങനെ അതിൻ്റെ കൂടെ നമുക്ക് വേറൊരു കാര്യം കൂടി ഓർമ്മിച്ച് വെക്കാനുള്ളത്, ഇതേ സമയത്താണ് വേറൊരു പ്രധാന സംഭവം നമ്മുടെ ലോകത്ത് നടക്കുന്നത്. 1914 മുതൽ 18 വരെ 1-ാം ലോക മഹായുദ്ധം. അപ്പം അങ്ങനെ 1-ാം ലോക മഹായുദ്ധം നടക്കുമ്പോൾ മക്കളെ വിചാരിക്കണം, ഈ ബ്രിട്ടൻ അതിൽ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ ബ്രിട്ടനിലെ സൈനികരുടെ പൈസ, അവർക്ക് വേണ്ട യുദ്ധച്ചെലവുകളുടെ പൈസ, അതെല്ലാം നികുതിയായിട്ട് നമ്മുടെ നാട്ടിൽ നിന്ന് പിരിച്ചെടുക്കുന്നുണ്ട്. ഓരോ നിമിഷവും നികുതി ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇവർ. അത് പോരാത്തതിന് നമ്മുടെ നാട്ടിൽ നിന്നുള്ള ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ തന്നെ പട്ടിണിയാണ്. അത് പോരാത്തതിന് ബീഹാറിലൊക്കെ നീലം കർഷകരോട് നിങ്ങൾ ഭക്ഷ്യോൽപ്പന്നങ്ങൾ കൃഷി ചെയ്യണമെന്ന് പറഞ്ഞു. ഭക്ഷ്യ വസ്തുക്കളേ ഇല്ല, കുട്ടികൾക്ക് കഴിക്കാനില്ല. അപ്പം അങ്ങനെ ഇരിക്കുന്ന അവസ്ഥയിൽ നമ്മുടെ നാട്ടിലെ ഭക്ഷ്യവസ്തുക്കൾ കൂടി ആര് കൊണ്ടുപോയി? ഈ യുദ്ധത്തിന് വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാർ കൊണ്ടുപോയി. നമ്മുടെ കാര്യം പരിതാപകരമായി. അപ്പോൾ ഓൾറെഡി നമുക്കിവിടെ എന്താ പട്ടിണിയും രോഗങ്ങളും ഒക്കെ ആയിട്ട് നടക്കുമ്പോൾ പിന്നീട് ഈ ബ്രിട്ടീഷുകാർ ഇത് കൊണ്ടുപോവുകയും കൂടെ ചെയ്യുമ്പോൾ നമ്മുടെ അവസ്ഥ വളരെ മോശത്തിലായി. ഭക്ഷ്യവസ്തുക്കൾ ആര് കൊണ്ടുപോയി? ബ്രിട്ടീഷുകാർ കൊണ്ടുപോയി. വളരെ പ്രശ്നത്തിലായി. അങ്ങനെ മക്കളെ, അങ്ങനെ നിൽക്കുന്ന ഒരു അവസ്ഥയിൽ ഈ പ്ലേഗും കൂടെ വന്നപ്പോൾ ഈ ജനങ്ങൾക്ക് ഇത് താങ്ങാൻ പറ്റില്ല. അപ്പോൾ ഇവർ പറഞ്ഞു, നമ്മുടെ കയ്യിൽ പൈസയില്ല, നമുക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടൊന്നുമില്ല. അപ്പോൾ അങ്ങനെ നിങ്ങൾ നമുക്ക് കുറച്ച് പൈസ അഡ്വാൻസ് ആയിട്ട് തരണം, മുൻകൂറായി. നമ്മുടെ ശമ്പളത്തിൽ നിന്ന് കുറച്ച് പൈസ അഡ്വാൻസ് ആയിട്ട് മുൻകൂറായിട്ട് നമുക്ക് തരണം. അതിനൊരു പേരുണ്ടായിരുന്നു, നിങ്ങളുടെ കഴിഞ്ഞ വർഷത്തെ പാഠപുസ്തകത്തിൽ അത് എഴുതി വെക്കുന്നുണ്ട്, പ്ലേഗ് ബോണസ് എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ബോണസായിട്ട് കുറച്ച് പൈസ കിട്ടിയെങ്കിൽ ഉപകാരമായിരുന്നു എന്ന് ബ്രിട്ടീഷുകാരോട് പറഞ്ഞു. പക്ഷേ അവരത് ആദ്യം കൊടുത്തു, പിന്നീട് അത് കൊടുക്കാതെ. അതിനു വേണ്ടിയിട്ട് അവിടുത്തെ തുണിമിൽ തൊഴിലാളികൾ ഒരു സമരം നടത്തി. ആ സമരത്തിൻ്റെ പേരാണ് അഹമ്മദാബാദ് തുണിമിൽ സമരം. അത് മക്കളെ, അങ്ങനെ 1918 രണ്ടാമത്തെ സമരത്തെ കൂടി നമ്മൾ പഠിച്ചു. അതിൻ്റെ പേരെന്താ? അഹമ്മദാബാദ് തുണിമിൽ സമരം, അല്ലേ? അപ്പോൾ അഹമ്മദാബാദ് തുണിമിൽ സമരം ഏത് വർഷം എന്ന് ചോദിച്ചാൽ ഏത് വർഷമാണ്? 1918. എവിടെയാണെന്ന് വെച്ചാൽ ഗുജറാത്തിലെ അഹമ്മദാബാദിൽ. ആരായിരുന്നു സമരം ചെയ്തത്? തുണിമിൽ തൊഴിലാളികളായിരുന്നു. എന്തിനു വേണ്ടിയിട്ടായിരുന്നു? അവർക്ക് രോഗം വന്നപ്പോൾ അതിനൊരു ശമ്പളം കൂട്ടിക്കൊടുക്കാത്തതിൻ്റെ അല്ലെങ്കിൽ വേതന വർധനവിന് ഞങ്ങളുടെ ടെക്സ്റ്റിലുള്ളത്. അങ്ങനെയല്ല, ശരിക്കും പറഞ്ഞാൽ ബോണസായിട്ട് ആദ്യം തന്നെ കുറച്ച് പൈസ കിട്ടാത്തതിൻ്റെ പേരാണ് ഈ സമരം നടക്കുന്നത്. നമുക്ക് 3-ാമത്തെ സമരത്തിലേക്ക് പോകാം. ഗാന്ധിജി ചെയ്ത 3-ാമത്തെ സമരം. ആ സമരത്തിൻ്റെ പേര് എന്ന് പറയുന്നത് ഗേദ സത്യാഗ്രഹമായിരുന്നു. നമുക്കറിയാം, കേരളത്തിൽ കുറച്ച് നാൾക്ക് മുമ്പേ മക്കളെ പ്രളയം വന്നിട്ടുണ്ടായിരുന്നു. കുറേ ആളുകളുടെ വീട് പോയി, കുറേ ആൾക്കാരുടെ ഒന്നും ഇല്ലാണ്ടായി, ഭക്ഷണം പോലും ഇല്ലാണ്ടായി. അങ്ങനെ നിൽക്കുന്ന ഒരു സമയത്ത് മക്കൾ ആലോചിക്കണം, അങ്ങനെ നിൽക്കുന്ന ഒരു സമയത്ത് നമ്മുടെ നാട്ടുകാർ, നമ്മുടെ ഗവൺമെൻറ് ഇവിടുത്തെ നികുതിയും കൂടെ കൂട്ടിയാലോ? ഇന്ന് ദിവസം നിങ്ങൾ നമുക്ക് 100 രൂപ തരണം എന്നും കൂടെ പറഞ്ഞാലോ? അല്ലെങ്കിൽ തന്നെ 10 രൂപയില്ല. അപ്പോൾ നമുക്ക് 100 രൂപ നിങ്ങൾ തരണം എന്നും കൂടെ പറഞ്ഞാൽ നമ്മുടെ അവസ്ഥ എങ്ങനെയാവും? അപ്പോൾ മക്കളെ, നിങ്ങളൊരു കാര്യം ആലോചിക്കണം. നികുതി വർധനവിൻ്റെ പേരിലായിരുന്നു ഗേദയിൽ സമരം നടന്നിട്ടുണ്ടായത്. എന്ന് വെച്ചാൽ അവിടെ പ്രളയം വന്നു, ആൾക്കാരുടെ കയ്യിലോ അല്ലെങ്കിൽ തന്നെ പൈസയില്ല. അപ്പോൾ
അതിന് എന്നും കൂടെ കൂട്ടിയവർ നികുതിയും കൂടെ കൂട്ടി. അതിനു വേണ്ടിയിട്ടായിരുന്നു ഗേദയിൽ സമരം നടന്നിട്ടുണ്ടായത്. ഈ 3 സമരങ്ങളിലും പ്രധാനമായിട്ട് പങ്കെടുത്തൊരു വ്യക്തി എന്ന് പറയുന്നത് ഗാന്ധിയാണ്. ഗാന്ധിജിയുടെ സമര രീതി എന്ന് പറയുന്നത് നിരാഹാര സത്യാഗ്രഹമുണ്ട്, സാധാരണ സത്യാഗ്രഹമുണ്ട്. അപ്പോൾ ഗാന്ധിജിയുടെ സമരമാർഗം ഏതാണെന്ന് വെച്ചാൽ സത്യാഗ്രഹമായിരുന്നു ഗാന്ധിജിയുടെ ഏറ്റവും വലിയ ആയുധം എന്ന് പറഞ്ഞത്. ഗാന്ധി ആരും കൊല്ലാനൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ അങ്ങനെ സത്യാഗ്രഹമായിരുന്നു ഗാന്ധിജിയുടെ ആശയം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ 3 സമരങ്ങൾ വളരെ പ്രധാനപ്പെട്ട സമരങ്ങളാണ്. ഞാൻ കുറച്ച് സമയം കിട്ടിയപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത് പറഞ്ഞു എന്ന് മാത്രം. അങ്ങനെ മക്കളെ, ഈ സമരങ്ങളിലൂടെ നമ്മൾ മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ നമ്മൾ സമരത്തിനെ പറ്റി പറഞ്ഞു. അപ്പോൾ സമരം കഴിഞ്ഞതിന് ശേഷം ഞാൻ അതിൻ്റെ ഇടയ്ക്ക് പറഞ്ഞു വിട്ടുപോയൊരു കാര്യമുണ്ട്. ഈ 1-ാം ലോക മഹായുദ്ധം 1914 മുതൽ 18 വരെ അതെങ്ങനെ നമ്മളെ സ്വാതന്ത്ര്യ സമരത്തെ ബാധിച്ചു എന്ന് ചോദിച്ചാൽ, ഇവിടുത്തെ അല്ലെങ്കിൽ ഇന്ത്യയെ ബാധിച്ചു എന്ന് ചോദിച്ചാൽ, ഇവിടുത്തെ ഞാൻ ഓൾറെഡി പറഞ്ഞു, ഇന്ത്യയിലെ ജനങ്ങൾ വളരെയധികം കഷ്ടപ്പാടിലായി. അതിൻ്റെ ഉത്തരം നിങ്ങൾ പരീക്ഷയ്ക്ക് എഴുതണം. ചിലപ്പം ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യം എന്താ വെച്ചാൽ നിങ്ങളത് എഴുതണം. ഒന്നാമത്തെ കാര്യം, ഇവിടുത്തെ ഭക്ഷ്യോൽപ്പന്നങ്ങൾ മുഴുവൻ യുദ്ധത്തിനായിട്ട് ആര് കൊണ്ടുപോയി? ബ്രിട്ടീഷുകാർ കൊണ്ടുപോയി. രണ്ടാമത് പകർച്ചവ്യാധി, ഞാൻ പറഞ്ഞ പോലെ പ്ലേഗ് പോലുള്ള പകർച്ചവ്യാധികൾ ഇവിടെ പടർന്നു. വേറെ വഴിയില്ല, കൂലിയില്ല, വേതനമില്ല, ദാരിദ്ര്യം മാത്രമുണ്ട്. അപ്പോൾ അങ്ങനെ ഉള്ളൊരവസ്ഥയായിരുന്നു 1-ാം ലോക മഹായുദ്ധം നമുക്ക് ഉണ്ടാക്കി തന്നത്. അപ്പോൾ അതിൻ്റെ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നികുതി വർധനവ്. ഇതിന് ബ്രിട്ടീഷുകാർക്ക് എന്ത് ചെയ്യണം? യുദ്ധ സാധനങ്ങളും യുദ്ധ സാമഗ്രികളും തോക്ക് വാങ്ങണം, അല്ലേ? അല്ലെങ്കിൽ മറ്റുള്ള സാധനങ്ങൾ പീരങ്കി വാങ്ങണം. പിന്നെന്താ വാങ്ങണ്ടേ? അങ്ങനെ യുദ്ധത്തിൻ്റെ വേണ്ട എല്ലാ സാധനങ്ങളും നമ്മൾ നേരത്തെ പറഞ്ഞ എൻഫീൽഡ് തോക്കുകൾ വാങ്ങണം. അതൊന്നും ഫണ്ടില്ല. അപ്പോൾ ആരെഴുന്ന് ഫണ്ട് എടുക്കും? നമ്മുടെ ജനങ്ങളുടെ മേലെ അധിക നികുതി, നമ്മൾ ഗേദയിൽ കണ്ടതുപോലെ അധിക നികുതി ചുമത്തി. ഇതൊക്കെയായിരുന്നു നമ്മുടെ ഈ സമരത്തിൻ്റെ, ഗാന്ധിജി നേതൃത്വം നൽകിയ സമരത്തിൻ്റെ. ഈ സമരങ്ങളെല്ലാം വിജയിച്ചു എന്നുള്ളതാണ് മറ്റൊരു കാര്യം. അത് ജനങ്ങൾക്ക് ഭയങ്കരമായിട്ട് ആത്മവിശ്വാസവും നൽകിയിട്ടുണ്ട്. അതൊരു ആശ്വാസമായിരുന്നു ജനങ്ങൾക്ക്. കാരണം ഗാന്ധിജി, നമുക്ക് മുമ്പിൽ ഒരു നേതാവുണ്ട്, നമുക്ക് വേണ്ടി സംസാരിക്കാൻ ഒരു മനുഷ്യനുണ്ട്. മനുഷ്യൻ്റെ പേര് ഗാന്ധിജി എന്നാണ്. നിങ്ങൾക്കറിയാലോ, 3 സമരങ്ങളിലും എവിടെയൊക്കെയോ എങ്ങനെയൊക്കെയോ നടന്ന സമരങ്ങളിലേക്ക് ഒരു വലിയ മനുഷ്യൻ വന്ന് സത്യാഗ്രഹം എന്ന് പറയുന്ന ഒരു പുതിയ സമര രീതി അവിടെ എന്താ പറയണ്ടേ പ്രയോഗിച്ച് ആ സമരത്തെ ഭയങ്കര വിജയമാക്കി തീർക്കുക. അപ്പോൾ ഗാന്ധിജിയോട് ജനങ്ങൾക്ക് ഭയങ്കര മതിപ്പായി, ഒരു സാധാരണക്കാരനായ മനുഷ്യൻ. അപ്പോൾ അങ്ങനെ ഈ സമരങ്ങൾ വിജയിച്ചതിന് ശേഷം മക്കളെ, ഇവർക്ക് ആർക്ക് നമ്മുടെ ബ്രിട്ടീഷുകാർക്ക് ഭയങ്കര പേടിയായി. കാരണം 1-ാം സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു, പിന്നീട് ഇത്രയും സമരങ്ങൾ ഇവിടെ നടക്കുന്നു. അപ്പോൾ ബ്രിട്ടീഷുകാർക്ക് പേടിയായി, ഭരണം കയ്യിൽ നിന്ന് പോകും എന്നുള്ളത്. അപ്പോൾ അങ്ങനെ പേടിയായപ്പോൾ അവരൊരു നിയമം കൊണ്ടുവന്നു. അടുത്ത വർഷം ഞാൻ പറഞ്ഞു 1915 ഗാന്ധിജി വന്നു, 16 ഗാന്ധിജി ഇവിടെയൊക്കെ നോക്കി ഇന്ത്യയിലൊക്കെ ഒന്ന് പഠിച്ചു, 17 ഗാന്ധി എന്ത് ചെയ്തു? ഒരു സമരത്തിൽ പങ്കെടുത്തു. 18 2 സമരങ്ങളിൽ പങ്കെടുത്തു. അങ്ങനെ 18 കഴിഞ്ഞ അടുത്ത വർഷം 1919. അങ്ങനെ 1919 നടക്കുന്ന ഒരു സംഭവത്തെക്കുറിച്ച് മക്കൾ അറിയണം. ആ സംഭവത്തിൻ്റെ പേര് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പേര് റൗലറ്റ് ആക്ട്. ഓക്കെ, റൗലറ്റ് ആക്ട്. അപ്പോൾ അങ്ങനെ റൗലറ്റ് ആക്ട് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളൊരു ചോദ്യം വരും. ഈ റൗലറ്റ് ആക്ട് എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷുകാർ നമ്മുടെ മേലെ ചുമത്തിയ ഒരു വലിയ നിയമത്തിൻ്റെ പേരാണ്. നമുക്കിപ്പം ഈ ബ്രിട്ടീഷുകാർക്ക് ഒരു കാര്യം ചെയ്യണമെങ്കിൽ ഒരു നിയമം ഉണ്ടാക്കണം. നമുക്കിപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും, നമ്മുടെ നാട്ടിലേക്കൂടെ ഈ ഇലക്ട്രിക് സ്കൂട്ടി ഓടിച്ചിട്ട്, ചെറിയ ഇലക്ട്രിക് സ്കൂട്ടി ഓടിച്ചിട്ട് പോകുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇത് ഹെൽമെറ്റ് ഒന്നും വെക്കാണ്ട് നമ്പർ പ്ലേറ്റിൻ്റെ മുകളിൽ പച്ച സ്റ്റിക്കറുള്ള, അപ്പോൾ അതേപോലെ അവിടെ എന്തെങ്കിലും കമ്പനിയുടെ പേരായിരിക്കും, ചെറിയ CC ഉള്ള വണ്ടി, മെല്ലെ പോകുന്നൊരു സാധനം. അപ്പോൾ അതെടുത്തിട്ട് പോകുമ്പോൾ ഹെൽമെറ്റ് ഇട്ടിട്ടെങ്കിൽ അല്ലെങ്കിൽ അതിൽ 3 ആൾ കയറിയാൽ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം അതിനെതിരെ നിയമമില്ല. അപ്പോൾ നിയമം ഉണ്ടെങ്കിലേ നമുക്ക് ഒരാളെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റൂ. ഇപ്പോൾ ഒരു പൊതുസ്ഥലത്ത് ഇരുന്നിട്ട് ഒരാൾ പുകവലിക്കുന്നുണ്ടെങ്കിൽ അയാളെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ നിയമം വേണം. അങ്ങനെ പുകവലിക്കാൻ പാടില്ല എന്നുള്ള നിയമം ഉള്ളതുകൊണ്ടാണ് പുകവലിച്ചാൽ അറസ്റ്റ് ചെയ്യപ്പെടുന്നത്. അല്ലാണ്ട് ഭരണഘടനയിൽ അത് എഴുതി വെച്ചിട്ടുണ്ട്. ഇല്ലെങ്കിൽ നമുക്ക് ഒരാളെ അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല, കേസെടുക്കാനും പറ്റില്ല. അപ്പോൾ അതേപോലെ ഈ ബ്രിട്ടീഷുകാർ പുതിയൊരു നിയമം കൊണ്ടുവന്നു. ആ നിയമത്തിൻ്റെ പേരാണ് 1919 റൗലറ്റ് ആക്ട്. അവർ നിയമം പാസ്സാക്കി. എന്നിട്ട് അവർ ചെയ്യും. വെറുതെ ഇങ്ങനെ പറഞ്ഞിട്ടൊന്നും പിടിച്ചിട്ട് പോവില്ല. കാരണം ലോകത്തിലെ ബാക്കി എല്ലാ ആൾക്കാരും ഇവരുടെ മേലെ ചോദ്യം വരും. ബ്രിട്ടീഷുകാരോട് ചോദിക്കും ബാക്കി എല്ലാ രാജ്യങ്ങളും, നിങ്ങൾ എന്താ ഇങ്ങനെ ചെയ്യുന്നത് എന്നുള്ളത് കോളനികളിൽ. അപ്പോൾ അവർ ചെയ്യുന്നുണ്ടെങ്കിൽ കൃത്യമായ നിയമം പാസ്സാക്കും. ചെയ്യുന്നതും ഭയങ്കര എന്താ പറയണ്ടേ ദ്രോഹമായിരിക്കും, പക്ഷെ എന്നാലും നിയമം പാസ്സാക്കും. അപ്പോൾ മക്കളെ, അങ്ങനെ നമ്മൾ പഠിക്കാൻ വേണ്ടി പോവാം. അങ്ങനെ നിയമം പാസ്സാക്കി. അതിൻ്റെ പേര് റൗലറ്റ് ആക്ട്. അങ്ങനെ ഈ റൗലറ്റ് ആക്ട് എന്ന് പറഞ്ഞാൽ എന്താണെന്നൊരു ചോദ്യം വരും. ഇന്ത്യക്കാരനായ ഏതൊരു വ്യക്തിയെയും വാറണ്ട് ഇല്ലാതെ, പിന്നെന്താ വിചാരണയില്ലാതെ അറസ്റ്റ് ചെയ്ത് ജയിലിലിടാൻ പറ്റുന്ന ഒരു നിയമത്തിൻ്റെ പേരാണിത് റൗലറ്റ് ആക്ട്. ഇങ്ങനെ തന്നെ പരീക്ഷയ്ക്ക് എഴുതിയാൽ മതി. വാറണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? പോലീസുകാർ ഈ ജനങ്ങളെ പിടിക്കണമെങ്കിൽ, അല്ലെങ്കിൽ പോലീസുകാർ നമ്മളിപ്പോൾ ഒരു കേസ്, ഞാനിപ്പോൾ ഭയങ്കരമായൊരു കുറ്റകൃത്യം ചെയ്തു, അങ്ങനെ ചെയ്താൽ നമുക്കൊരു വാറണ്ട് വേണം. അവനെ അറസ്റ്റ് ചെയ്യാന്ന് പറയുന്നൊരു വാറണ്ട് വേണം, കോടതിയിൽ ഒരു വാറണ്ട് വേണം, അല്ലെങ്കിൽ പോലീസിൻ്റെ ഒരു വാറണ്ട് വേണം. അതില്ലാതെ എന്ത് ചെയ്യാൻ പറ്റും? അതുണ്ടെങ്കിൽ എന്നെ അറസ്റ്റ് ചെയ്യാൻ പറ്റും.
അപ്പോൾ അങ്ങനെ പക്ഷേ ബ്രിട്ടീഷുകാർക്ക് എന്ത് വേണ്ട, അത് വേണ്ട. പിന്നെ വിചാരണ, നമ്മൾ കോടതിയിൽ പോയിട്ട് വക്കീലെല്ലായിട്ട് കോടതി കുറ്റക്കാരനാണെന്ന് പറഞ്ഞാൽ മാത്രമേ ഒരു കുറ്റം ചെയ്താൽ ഒരാൾ കുറ്റക്കാരനാവും. അപ്പോൾ കോടതി പറഞ്ഞിട്ടില്ല. അപ്പോൾ കോടതി പറയാതെ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, ഈ ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യക്കാരനായ ഒരു വ്യക്തിയെ പിടിച്ചിട്ട് കോടതിയിലൊന്നും കൊണ്ടുപോകണ്ട, നേരെ ജയിലിലേക്ക് ഇടാം. അതിൻ്റെ പേരാണ് റൗലറ്റ് ആക്ട്. അപ്പോൾ ഈ റൗലറ്റ് ആക്ട് എന്ന് പറയുന്ന നിയമം രണ്ടായിരുന്നു അതിൻ്റെ കാരണങ്ങൾ. ഞാൻ പറഞ്ഞു, ഒന്ന് ആരെയും വിചാരണ കൂടാതെ തടവിലിടാം, രണ്ട് പിന്നെ വാറണ്ട് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാം. എന്താണ് റൗലറ്റ് ആക്ട് എന്ന് ചോദിച്ചാൽ, എന്താ റൗലറ്റ് ആക്ട്? ഏതൊരു ഇന്ത്യക്കാരനെയും ഈ രണ്ട് കാര്യമില്ലാതെ പിടിച്ച് ഉള്ളിലിടാൻ പറ്റുന്ന, അകത്താക്കാൻ പറ്റുന്ന കാര്യത്തിൻ്റെ ഒരു നിയമത്തിൻ്റെ പേരാണ്. ബ്രിട്ടീഷുകാർ 1919 പുറത്തിറക്കിയ നിയമത്തിൻ്റെ പേരാണ് റൗലറ്റ് ആക്ട്. സംശയമുള്ളവർ ഈ വീഡിയോ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടോ നോക്കി ആക്കിയിട്ട് കണ്ടാൽ മതി, കുറച്ച് പ്ലേ ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ട് മാറ്റി കണ്ടാൽ മതി, അത് ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ മക്കളെ, അങ്ങനെ അതിനെതിരെ വലിയ പ്രക്ഷോഭങ്ങളുണ്ടായി. ഈ സൈഫുദ്ദീൻ കിച്ലു എന്ന് പറയുന്ന ഒരാൾ, പിന്നെ ഡോക്ടർ സത്യപാൽ, ഇവരൊക്കെ ഇതിനെതിരെ ഭയങ്കര പ്രശ്നം. കാരണം ഏതൊരു ഇന്ത്യക്കാരനെ ഞാൻ പ്രതികരിച്ചാൽ, ഒരു ദോഷം ചെയ്യുന്ന ഒരു കാര്യത്തിനെതിരെ ഞാൻ പറഞ്ഞാൽ എന്നെ പിറ്റെന്ന് പിടിച്ച് ജയിലിലിടും അവസ്ഥ. അപ്പോൾ അങ്ങനെ ഇവർ രണ്ടുപേരും, സൈഫുദ്ദീൻ കിച്ലു, രണ്ടാമത്തെ ആര് ഡോക്ടർ സത്യപാൽ, അങ്ങനെ ഇവർ രണ്ടാളും കൂടെ സമരം ചെയ്തു. ഇവരാരെ അറസ്റ്റ് ചെയ്തു? പോലീസുകാർ അറസ്റ്റ് ചെയ്തു. ഇതിനെതിരെ വലിയ പ്രക്ഷോഭങ്ങളുണ്ടായി. അങ്ങനെ വലിയ പ്രക്ഷോഭങ്ങൾ ഉണ്ടായപ്പോൾ ഇതിനെതിരെ ഗാന്ധിജിയും രംഗത്തിറങ്ങുന്നുണ്ട്. ഞാൻ പറഞ്ഞു, ഈ പാഠം മൊത്തം ഗാന്ധിജിയാണ്. അപ്പോൾ ഈ ഗാന്ധിജിയും രംഗത്തിറങ്ങുന്നുണ്ട്. അങ്ങനെ ഗാന്ധി ഇതിനെതിരെ പ്രക്ഷോഭം നടത്താൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇതിനെതിരെ ബോധവൽക്കരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഗ്രൂപ്പിനെ, നമ്മൾ ഇന്നെന്ത് പറയും, നമുക്ക് കുറേ ഗ്രൂപ്പ് ഉണ്ട്. നമ്മൾ NSS എന്ന് പറയുന്നത്, നാഷണൽ സർവീസ് സ്കീം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെയല്ലേ, സ്കൗട്ട് ആൻഡ് ഗൈഡ്, അതേപോലെ ഒരു കൂട്ടായ്മ, വലിയൊരു കൂട്ടായ്മ ഗാന്ധിജി ഉണ്ടാക്കി. നമ്മളെ വായനശാല, ഗ്രന്ഥാലയം കൂട്ടായ്മ എന്നൊക്കെ പറയുന്ന പോലെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കി. കുറേ ആൾക്കാരുള്ള ഒരു കൂട്ടായ്മ. അതിൻ്റെ പേരായിരുന്നു സത്യാഗ്രഹ സഭ എന്ന് പറയുന്നത്. കാരണം സത്യാഗ്രഹം, ഞാൻ പറഞ്ഞു, ഗാന്ധിജിയുടെ ഏറ്റവും വലിയ സമരമാർഗം സത്യാഗ്രഹമായിരുന്നു. അപ്പോൾ അതിനുവേണ്ടി സത്യാഗ്രഹ സഭ എന്ന് പറയുന്നൊരു ഒരു ഗ്രൂപ്പ്, ഒരു ടീമിനെ ഗാന്ധിജി ഉണ്ടാക്കി, ഒരു വിഭാഗത്തിന് ഗാന്ധിജി ഉണ്ടാക്കി. അപ്പോൾ അതിൽ വന്നെത്തിയത് എത്രയോ ആൾക്കാരായിരുന്നു. കാരണം റൗലറ്റ് ആക്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ അവകാശങ്ങളെ, സ്വാതന്ത്ര്യത്തെ, നിങ്ങൾ കഴിഞ്ഞ കൊല്ലം പഠിച്ച മൗലിക അവകാശങ്ങളെല്ലാം തടയുന്ന ഒന്നാണ്. അപ്പോൾ അതിനെതിരെ ഇഷ്ടം പോലെ ആൾക്കാർ വന്നു. അങ്ങനെ ഗാന്ധിജി അതപ്പോൾ കണ്ടപ്പോൾ ഗാന്ധിജിക്ക് ഭയങ്കര അത്ഭുതമായി. ഇത്രയും ആൾക്കാർ ബ്രിട്ടീഷുകാർക്കെതിരായി ഒരു സമരത്തിന് വരിക എന്ന് പറഞ്ഞാൽ ഭയങ്കര അത്ഭുതമല്ലേ. നമ്മൾ പ്രതീക്ഷിച്ചു പോകുന്ന ഒരു കാര്യത്തിന് നമ്മൾ അത്ഭുതം എന്ന് വിളിക്കാറില്ല. നമ്മൾ പ്രതീക്ഷിക്കാതെ സംഭവിക്കുന്ന ഒരു കാര്യത്തിനാണ് നമ്മൾ എന്ത് വിളിക്കുക, അത്ഭുതം എന്ന് വിളിക്കുക. അപ്പം ഗാന്ധിജി പറഞ്ഞു, ഗാന്ധിജിയെ സംബന്ധിച്ച് ഇത് ഭയങ്കര വിസ്മയമായിരുന്നു. ഇന്ത്യയിലെ ജനങ്ങൾ ഒരു പ്രക്ഷോഭത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക, ഒരു സമരത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക, ആയിരക്കണക്കിന് ആൾക്കാർ. ഗാന്ധിജി അതിനെ വിശേഷിപ്പിച്ചു ഏറ്റവും വിസ്മയാവഹമായ ഒരു കാഴ്ച, ഏറ്റവും വിസ്മയിപ്പിക്കുന്ന ഒരു കാഴ്ച. അപ്പോൾ നിങ്ങളോട് ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദ്യം ചോദിക്കും, തലതിരിച്ചും ചോദ്യം വരാം. ഏറ്റവും വിസ്മയാവഹമായ കാഴ്ച എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ച സംഭവം ഏത്? അപ്പം റൗലറ്റ് ആക്ടിനെതിരെയുള്ള പ്രക്ഷോഭത്തെയായിരുന്നു, 1919 പ്രക്ഷോഭത്തെയായിരുന്നു ഗാന്ധിജി ഇങ്ങനെ വിശേഷിപ്പിച്ചത്. ഈ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയത്, അല്ലെങ്കിൽ ഗാന്ധിജി രൂപം കൊടുത്ത ഒരു സഭയുണ്ടായിരുന്നു, അതിൻ്റെ പേര് സത്യാഗ്രഹ സഭ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മക്കൾ ഓർമ്മിച്ച് വെക്കുക. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അങ്ങനെ റൗലറ്റ് ആക്ട് കഴിഞ്ഞു, സത്യാഗ്രഹ സഭ കഴിഞ്ഞു. ഞാൻ പറഞ്ഞു നേരത്തെ 2 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് പഞ്ചാബിൽ. എല്ലാ പ്രശ്നങ്ങളും ആദ്യം തുടങ്ങുക പഞ്ചാബിലൊക്കെയാണ്. അപ്പോൾ ഈ പഞ്ചാബിലെ 2 ആൾക്കാരുണ്ട്. അവരുടെ പേര് നേരത്തെ പറഞ്ഞു, സൈഫുദ്ദീൻ കിച്ലു, പിന്നെ ഡോക്ടർ സത്യപാൽ. ഇവർ 2 പേരെയും അറസ്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അറസ്റ്റ് ചെയ്തിട്ട് ഇവരിങ്ങനെ കൊണ്ടുപോയിട്ട് ജയിലിലടക്കുമ്പോൾ ജനങ്ങൾക്കാകെ, കാരണം അവരുടെ നേതാക്കന്മാരെയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, നിങ്ങളിപ്പോൾ സ്കൂളിൽ ഒരു സമരം നടക്കുമ്പോൾ നിങ്ങൾ അതിൽ പങ്കാളികളായിട്ട് നിങ്ങളെ നേതാവിനെ പെട്ടെന്ന് വന്നിട്ട് വേറൊരു ആൾക്കാർ പിടിച്ചോണ്ട് പോയി എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ പോലീസ് പിടിച്ച് പറയുമ്പോൾ, നിങ്ങൾ ഉറപ്പായിട്ട് സമരം വിളിക്കും, ആരായാലും വിളിക്കും. അപ്പോൾ അങ്ങനെ ഈ നാട്ടുകാർക്കും സമരം വിളിക്കാൻ സമരം എന്നല്ല, അതിനെതിരെ അവരെ പിടിച്ചതിനെതിരെ ഭയങ്കര പ്രതിഷേധം ഉണ്ടായി. നമുക്കതിന് ദേഷ്യം വരും. അപ്പോൾ അങ്ങനെ ഇവരെല്ലാം ഒരു സ്ഥലത്ത് ഒരു യോഗം ചേർന്നു. ഇതിനെതിരെ പ്രതിഷേധിക്കണം എന്നൊരു യോഗം ചേർന്നു. ആ യോഗം ചേർന്ന പഞ്ചാബിലെ അമൃത്സർ ആയിരുന്നു. ആ അമൃത്സറിൻ്റെ യോഗം ചേർന്ന നമ്മുടെ ഗ്രൗണ്ടിനൊരു പ്രത്യേകതയുണ്ട്. അത് ഒറ്റ വാതിലുള്ള, അല്ലെങ്കിൽ കടക്കാൻ ഒരു ഗേറ്റ് മാത്രമുള്ള ഒരു ഗ്രൗണ്ടായിരുന്നു. ആ ഗ്രൗണ്ടിലൂടെ എത്തിയ ബ്രിട്ടീഷ് പട്ടാളക്കാർ ബേക്കിന്ന്, അല്ലെങ്കിൽ പിറകിൽ നിന്ന് അവരെ വെടിവെച്ചു. അങ്ങനെ നിങ്ങളോട് ചിലപ്പോൾ ഞാൻ പറഞ്ഞ പോലെ പരീക്ഷയ്ക്ക് എഴുതാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ എഴുതണം, റൗലറ്റ് ആക്ടിനെതിരെ പ്രതികരിച്ച കിച്ലുവിനെയും സത്യപാലിനെയും അറസ്റ്റ് ചെയ്ത ബ്രിട്ടീഷ് നടപടിക്കെതിരെ ജനങ്ങൾ പ്രതിഷേധിച്ചു. അതിനായി അവർ തിരഞ്ഞെടുത്തത് പഞ്ചാബിലെ അമൃത്സറിലുള്ള ഒരു മൈതാനമായിരുന്നു. ആ മൈതാനത്ത് എത്തിച്ചേർന്ന ജനങ്ങളുടെ നേരെ ഒരു ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനായ ജനറൽ ഡയർ വെടിവെക്കുകയുണ്ടായി. 397 ആൾക്കാർ തത്സമയം വധിക്കപ്പെട്ടു. അവിടെ അതിലേറെ ആൾക്കാർക്ക് പരിക്കുകൾ പറ്റി. അപ്പോൾ മക്കളെ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, 397 എന്നുള്ളത് ബ്രിട്ടീഷുകാർ നമുക്ക് തന്ന കണക്കാണ്. അവരെന്തായാലും കുറച്ചിട്ടേ എഴുതൂ. കാരണം ലോകത്തിൻ്റെ മുമ്പിൽ ഇല്ലെങ്കിൽ അവർ നോട്ടപ്പുള്ളികളാവും. അപ്പോൾ എത്രയോ ആൾക്കാർ, 2000 3000 ആൾക്കാർ മരിച്ചെടുത്ത് ചിലപ്പോൾ നമുക്ക് കിട്ടിയ കണക്കുകൾ എന്ന് പറയുന്നത് 397 മാത്രമേ ഉണ്ടാവൂ. അങ്ങനെ അവരെ വെടിവെച്ച് പോലെ ഉണ്ടായി. അതിൻ്റെ പേരായിരുന്നു എന്തായിരുന്നു അതിൻ്റെ പേര് മക്കളെ? ആ പേര്
പഠിച്ചു വെക്കണം. എന്നിട്ട് ഇതിൻ്റെ ഇടയിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തണം പഞ്ചാബിലെ അമൃത്സറിൽ വെച്ച് നടന്ന ആ സംഭവത്തിൻ്റെ പേരെന്താണ്. നിങ്ങളൊരു നിമിഷം മനസ്സിലൊന്ന് ആലോചിക്കണം. ആ സമരത്തിൻ്റെ പേരായിരുന്നു എന്ത്? ജാലിയൻ വാലാബാഗ്. അപ്പോൾ അങ്ങനെ മക്കളെ കുറേ സംഭവങ്ങളുണ്ട്. ഇതിൻ്റെ തീയതി ആയാലും മക്കൾ പഠിച്ചു വെക്കണം. അപ്പോൾ ആ വർഷമായാലും പഠിച്ചു വെക്കണം. അപ്പോൾ അങ്ങനെ ഈ ജാലിയൻ വാലാബാഗ് ഒരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാണ് പരീക്ഷയ്ക്ക്. അപ്പോൾ അത് കൃത്യമായിട്ടും പഠിച്ചു വെക്കുക.